കോടതിയിലും മോഷണം. കോഴിക്കോട് നാദാപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണ ശ്രമം. കോടതി കെട്ടിടത്തിന്റെ 2ാം നിലയിലെ മുറിയിലാണ് കവർച്ച നടന്നത്. നാദാപുരം പോലീസ് പരിശോധന നടത്തി. രാഹുൽ സുരേഷ് കോഴിക്കോട് ചെയ്യുന്നു. രാഹുൽ, കോടതിയിൽ നിന്ന് എന്ത് മോഷ്ടിക്കാനാണ് ശ്രമിച്ചത്? വിവരങ്ങൾ. സുഹൈൽ, പതിവ് പോലെ കോടതി നടപടികൾ ഇന്ന് രാവിലെ ആരംഭിച്ചിരുന്നു. 11:30 ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. കോടതി രേഖകൾ സൂക്ഷിക്കുന്ന മുറിയുടെ വാതിൽ പൊളിച്ച നിലയിലായിരുന്നു, വാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിലായിരുന്നു. തുടർന്ന് അല്പനേരത്തേക്ക് കോടതി നടപടികൾ നിർത്തിവെച്ചു. നാദാപുരം പോലീസിനെ വിവരം അറിയിച്ചു. നാദാപുരം പോലീസ് എത്തി പ്രാഥമികമായ പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തിയിട്ടുണ്ട്. വിലയേറിയ കോടതി രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും പരിശോധന പുരോഗമിക്കുകയാണ്. ഈ പരിശോധനയ്ക്കൊടുവിൽ മാത്രമാണ് എന്തെങ്കിലും കോടതി രേഖകളോ മറ്റു വസ്തുക്കളോ കോടതിയിൽ നിന്നും നഷ്ടമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംഭവം അല്പം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തും. പ്രദേശത്തെ CCTVയും ഈ കോടതിക്കുള്ളിലെയും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നാദാപുരം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. സുഹൈൽ, ശരി. കോടതിയിൽ മോഷണ ശ്രമം. രാഹുൽ സുരേഷാണ് വാർത്ത വിശദാംശം നൽകിയത്. ആസൂത്രിതമാണെന്നടക്കമുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുക.